വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. വലാ തുശ്രികൂ ബിഹി ഷൈആ, അവനിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. വലാ തുശ്രികൂ ബിഹി ഷൈഅൻ എന്ന് പറഞ്ഞാൽ യാതൊന്നിനെയും എന്ന് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയാറുണ്ട്. ഷൈഅൻ എന്നത് സഹോദരങ്ങളെ അറബി ഭാഷ അറിയുന്ന ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാകും, അലിഫ്ലാം ഇല്ലാതെയാണ് ആ വാചകം വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? അറബിയിൽ ഒരു ഖായിദ ഉണ്ട്, ഒരു നിയമമുണ്ട്. അന്നകിറതു ഫീ സിയാഖിൻ നഹി, ഒരു കാര്യം അല്ലാഹു ചെയ്യരുത്, ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്ന സന്ദർഭത്തിൽ അലിഫ്ലാം ഇല്ലാതെ അറബിയിൽ ഒരു വാക്ക് ഉപയോഗിച്ചാൽ തുഫീദുൽ ഉമൂം, എല്ലാം അതിൽ ഉൾപ്പെടും. ഒരാളെയും ഒന്നിനെയും യാതൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കരുത് എന്ന് പറഞ്ഞാൽ നബിമാരും അതിൽപ്പെട്ടു, മലക്കുകളും അതിൽപ്പെട്ടു, അമ്പിയാക്കളും മൗലിയാക്കന്മാരും അതല്ലാത്ത എന്തൊക്കെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളുണ്ടോ, വ്യക്തികളുണ്ടോ, ശക്തികളുണ്ടോ, എല്ലാം അതിൽപ്പെട്ടു. ഒരാളും അതിൽ നിന്നും ഒഴിവാകുന്നില്ല, ഒരാളെയും അവിടെ മാറ്റിവെക്കപ്പെടുന്നില്ല, എല്ലാവരും അതിൽപ്പെട്ടു. അതുകൊണ്ടാണ് അല്ലാഹു അല്ലാത്ത ഒരാളെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല, ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല, ഒരാളുടെ മേലും ഭരമേൽപ്പിക്കാൻ പാടില്ല, ഒരാൾക്കും നേർച്ച അർപ്പിക്കാൻ പാടില്ല, ഒരാളുടെ പേരിലും അറവ് നടത്താൻ പാടില്ല എന്നിങ്ങനെ ശക്തമായി പറയുന്നത്. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ രൂപത്തിലാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്.